പാഷൻ ആൻഡ് പ്രൊഫഷൻ. നമ്മളൊന്ന് ഇരുന്ന് തിങ്ക് ചെയ്യാൻ തുടങ്ങിക്കഴിഞ്ഞാൽ ഉറപ്പായിട്ടും കോൺട്രഡിക്റ്റ് ചെയ്യാൻ ചാൻസ് ഉള്ള രണ്ട് വാക്കുകളാണ് പാഷനും പ്രൊഫഷനും. എനിക്കും ഭയങ്കര കൺഫ്യൂസിംഗ് ആയിരുന്നു ഈ പാഷൻ ആൻഡ് പ്രൊഫഷൻ്റെ കാര്യങ്ങളൊക്കെ വെച്ചിട്ട്. എനിക്ക് നിങ്ങൾക്കും ചിലപ്പോൾ ഒരു ചെറിയ സംശയങ്ങളൊക്കെ ഉണ്ടാവും. അപ്പോൾ അല്ലെന്നില്ല, നമുക്ക് ഈ ഹ്യൂമാക്സിൽ അറ്റൻഡ് ചെയ്ത് കഴിഞ്ഞപ്പോഴേക്കും ഹ്യൂമാക്സിൻ്റെ ഒരു പർട്ടിക്കുലർ സെഷനിൽ ഈ പാഷൻ ആൻഡ് പ്രൊഫഷനെ പറ്റിയുള്ള വളരെ പ്രാക്ടിക്കലായിട്ട് നമുക്ക് ഇംപ്ലിമെൻറ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു പെർസ്പെക്റ്റീവ് എനിക്ക് കിട്ടി. വെൽക്കം ടു അനദർ എപ്പിസോഡ് ഓഫ് ജെംസ് ഫ്രം ഹ്യൂമാക്സ് 2024. ഓക്കെ, സോ ഈ പാഷൻ ആൻഡ് പ്രൊഫഷൻ എന്നുള്ള ഒരു ടോപ്പിക്കിലേക്ക് എത്തിയപ്പോഴേക്കും ഹൗ ദി പ്ലേസ് ദിസ്: ഇഫ് യുവർ പാഷൻ ഈസ് ഗിവിംഗ് യു പ്രോഫിറ്റ് ആൻഡ് പീസ് ഓഫ് മൈൻഡ്, ഫോളോ ഇറ്റ് എന്നാണ് അവർ പ്ലേസ് ചെയ്തത്. ഐ വിൽ റിപ്പീറ്റ്: ഇഫ് യുവർ പാഷൻ ഈസ് ഗിവിംഗ് യു പ്രോഫിറ്റ് ആൻഡ് പീസ് ഓഫ് മൈൻഡ്, ദെൻ ഫോളോ ഇറ്റ്. അപ്പോൾ ഇതിനെ നമ്മൾ ഇൻഡിവിജ്വലി നമ്മൾ റീഡ് ചെയ്യുമ്പോഴേക്കും ഇതിൽ ഭയങ്കരമായ വ്യത്യാസങ്ങൾ ഉറപ്പായിട്ടും വന്നേക്കാം. സോ ഞാൻ എൻ്റെ ഒരു പേഴ്സണലി കിട്ടിയ എൻ്റെ ഒരു റീഡിംഗ് ആയിരിക്കും ഞാൻ ഇനി പറയാൻ പോകുന്നത്. അപ്പോൾ നമ്മൾ ഈ പാഷൻ പ്രൊഫഷനിലൊക്കെ പോകുന്നതിന് മുന്നേ എന്താണ് ശരിക്കും പാഷൻ നമുക്കൊന്ന് ഫിഗർ ഔട്ട് ചെയ്യാം. സോ പാഷൻ എന്ന് പറഞ്ഞാൽ ഞാൻ മനസ്സിലാക്കിയിട്ടുള്ളത് ഇങ്ങനെയാണ്: നമ്മൾ വാച്ച് നോക്കാതെ, ഫുഡ് കഴിച്ചോ എന്ന് പോലും നോക്കാതെ, നമ്മൾ ഭയങ്കര താല്പര്യത്തോടെ ഏത് മൊമെൻറ്റിൽ വിളിച്ചിട്ട് നമ്മളോട് അത് ചെയ്തു തരണമെന്ന് പറഞ്ഞാൽ നമ്മൾ ചെയ്തു കൊടുക്കുന്ന, അല്ലെങ്കിൽ നമ്മൾ എൻഗേജ് ചെയ്യാൻ ആഗ്രഹിക്കുന്ന, ഫ്രീ ആയിട്ട് പോലും നമ്മൾ ചെയ്തു കൊടുക്കുന്ന ആ ഒരു കാര്യം, അതാണ് ദ പാഷൻ. അപ്പോൾ ഈ പാഷൻ എന്ന് പറയുന്നത് നമ്മൾ ഓരോരുത്തർക്കും ഓരോന്നായിരിക്കും. ചിലർക്ക് പടം വരയ്ക്കാനായിരിക്കും ഇഷ്ടം, ചിലർ ഫുട്ബോൾ കളിക്കാനായിരിക്കും ചിലർക്ക് ഇഷ്ടം, ചിലർ വീഡിയോ എഡിറ്റിംഗ് ആയിരിക്കും ഇഷ്ടം, ചിലർക്ക് കുക്കിംഗ് ആയിരിക്കും ഇഷ്ടം. ഇപ്പോൾ ഞാനിങ്ങനെ പറഞ്ഞു പോയപ്പോഴേക്കും നിങ്ങളുടെ മനസ്സിലൊരു സാധനം ഹിറ്റ് ചെയ്തില്ലേ? സോ ദാറ്റ് ഈസ് യുവർ പാഷൻ. ഇനി നമുക്കിതിനെ ഒന്ന് ഡീകോഡ് ചെയ്യാം. ഓക്കെ, സോ ഇവിടെയാണെങ്കിൽ നമ്മൾ ഓരോ ഇൻഡിവിജ്വൽസിനെ കൺസിഡർ ചെയ്യുകയാണെങ്കിൽ നമ്മുടെയൊക്കെ സിനാരിയോസ് ഡിഫറെൻ്റ് ആയിരിക്കും. അതായത് ചിലവർ ദേ വിൽ ബി ഓൾറെഡി വർക്കിംഗ് ഇൻ സം പ്രൊഫഷൻ, ആൻഡ് ചില ആൾക്കാർ ദേ വിൽ ബി ജസ്റ്റ് സ്റ്റാർട്ടിങ് യുവർ കരിയർ, ചിലവർ ഒന്നും ചെയ്യുന്നുണ്ടാവില്ല. സോ ഇങ്ങനെ ഈ പല കാറ്റഗറീസിലുള്ള ആളുകളുണ്ട്. അപ്പോൾ ഈ ഓരോ കാറ്റഗറിയിലും ഈ ഒരു സ്റ്റേറ്റ്മെൻറ്റ് എങ്ങനെ പോയി ഹിറ്റ് ചെയ്യാം, അല്ലെങ്കിൽ എങ്ങനെ പോയി ഹിറ്റ് ചെയ്യും എന്ന് നമുക്കൊന്ന് അനലൈസ് ചെയ്യാം. അപ്പോൾ ഇതിൽ ആദ്യം നമുക്കൊരു ഓൾറെഡി ഒരു പ്രൊഫഷണൽ വർക്ക് ചെയ്യുന്ന ആളുകൾ ഇതെങ്ങനെയാണ് ഡീകോഡ് ചെയ്യേണ്ടത് എന്ന് നമുക്കൊന്ന് നോക്കാം. ആദ്യമായിട്ട് ഓൾറെഡി ഒരു പ്രൊഫഷനിൽ ഉണ്ടാവും, ആൻഡ് ദേ വിൽ ബി കുറേ വർഷങ്ങളായിട്ടോ അല്ലെങ്കിൽ കുറച്ച് നാളുകളൊക്കെ ആയിട്ട് അവരതിൽ വർക്ക് ചെയ്യുന്നുണ്ടാവും. പക്ഷേ ദേ വിൽ ബി ഫീലിംഗ് ലൈക്ക് സംതിങ് ഈസ് മിസ്സിങ്, ആം ഐ ഇൻ അലൈൻമെൻറ്റ് വിത്ത് മൈ പാഷൻ എന്നൊക്കെ പറഞ്ഞിട്ടുള്ള ഇങ്ങനത്തെ തോട്ട്സും സംശയങ്ങളും ഭയങ്കര കൺഫ്യൂസ് സെറ്റപ്പിലായിരിക്കും, ആ ഒരു സ്റ്റേറ്റിലായിരിക്കും അവരുണ്ടാവുക. അപ്പോൾ ഇങ്ങനെയുള്ളവർ ആദ്യം എന്താ ചെയ്യേണ്ടതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നിങ്ങൾ ഓൾറെഡി നിങ്ങളുടെ പാഷൻ ഐഡൻറ്റിഫൈ ചെയ്തിട്ടുണ്ടെങ്കിൽ, നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ പാഷൻ ഐഡൻറ്റിഫൈ ചെയ്തിട്ടുണ്ടെങ്കിൽ യു സ്റ്റാർട്ട് ഡൂയിങ് ഇറ്റ് ആസ് എ സൈഡ് ഹസിൽ. നമ്മൾ പരിപാടി തുടങ്ങുക, എന്താണോ നിങ്ങളുടെ പാഷൻ നിങ്ങൾ അത് വെച്ചിട്ട് ഒരു സൈഡ് ഹസിൽ ആയിട്ട് തന്നെ ആക്ടിവിറ്റീസ് സ്റ്റാർട്ട് ചെയ്യാം. മേക്ക് ഷുവർ ദാറ്റ് നിങ്ങളത് കൺസിസ്റ്റൻ്റ് ആയിട്ട് ചെയ്യുന്നുണ്ട് ആൻഡ് യു ആർ ഡെലിവറിങ് എ വാല്യൂ എന്നുള്ള കാര്യങ്ങളൊന്ന് മേക്ക് ഷുവർ ചെയ്യുക. ഇത് നമ്മളിങ്ങനെ കൺസിസ്റ്റൻ്റ് ആയിട്ട് ചെയ്ത് വരുമ്പോഴേക്കും അറ്റ് എ പർട്ടിക്കുലർ പോയിന്റ് ഈ ഒരു ആക്ടിവിറ്റി വിൽ സ്റ്റാർട്ട് മേക്കിംഗ് മണി. അപ്പോൾ ഈ മണി എന്ന് പറയുമ്പോൾ ഭയങ്കരമായ ഒരു മണി ആയിരിക്കില്ല ആദ്യം തന്നെ സ്റ്റാർട്ട് ചെയ്യുക. വളരെ സ്ലോലി ആയിട്ട് നമ്മൾ ദിസ് ആക്ടിവിറ്റി വിൽ സ്റ്റാർട്ട് ഏർണിംഗ് മണി ഫോർ യു. അപ്പോൾ ഇതിങ്ങനെ ചെയ്യുന്നു, യു ആർ കണ്ടിന്യൂയിങ് ദ സെയിം ആക്ടിവിറ്റി വിത്ത് ഹയർ പേർപ്പസ് അല്ലെങ്കിൽ ഹയർ ക്വാളിറ്റി ഒക്കെ നിങ്ങൾ ചെയ്തു വരികയാണ്. ആൻഡ് ഒരു പർട്ടിക്കുലർ പോയിന്റിൽ നമ്മുടെ ഈ പറഞ്ഞ നമ്മളുടെ പാഷൻ വഴി നമ്മൾ ഏൺ ചെയ്യുന്ന മണി നമ്മളിപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്ന നമ്മുടെ പ്രൊഫഷനുമായി ഒരു പോയിന്റിൽ എത്തുമ്പോൾ ചിലപ്പോൾ അത് ഇക്വേറ്റ് ആവും, ചിലപ്പോൾ ഈക്വൽ ആകും, അല്ലെങ്കിൽ ചിലപ്പോൾ അതിൻ്റെ മുകളിലോട്ട് പോകും. അപ്പോൾ ഈ ഒരു സ്റ്റേറ്റിൽ എത്തിക്കഴിഞ്ഞാൽ this is the point where you need to decide whether you have to go with the profession that you are currently in, or you can completely focus on your passion. So this is the point. Okay, so this is for the working professionals. ഇനി വേറൊരു സിനാരിയോ എവിടെയാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ചില ആളുകൾ അവർ കരിയർ സ്റ്റാർട്ട് ചെയ്യുന്നുണ്ടാവുള്ളൂ. അപ്പം അവർ ഈ കരിയർ സ്റ്റാർട്ട് ചെയ്യുമ്പോൾ തന്നെ ഡു ഐ നീഡ് ടു സ്റ്റാർട്ട് വിത്ത് മൈ പാഷൻ എന്നും പറഞ്ഞ ഒരു തോട്ട് നമ്മുടെ മനസ്സിൽ ഇങ്ങനെ ഭയങ്കരമായിട്ട് ഹിറ്റ് ചെയ്യും. നമ്മളൊക്കെ അത് അനുഭവിച്ചിട്ടുള്ള ആളുകളാണ്. അപ്പോൾ ഈ ഒരു പോയിന്റിൽ നമ്മൾ ഡിസിഷൻ എടുക്കേണ്ടത് വളരെ പ്രാക്ടിക്കൽ ആയിട്ടുള്ള ഡിസിഷൻ നമുക്ക് എടുക്കാൻ പറ്റുന്നത് എങ്ങനെയാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നമ്മളുടെ ഒരു ഏർണിങ്സ് നമ്മളുടെ ഡിപ്പെൻഡൻസിന് എത്രത്തോളം ഇമ്പോർട്ടൻ്റ് ആണ് എന്ന് നമ്മൾ ആദ്യമേ ഒന്ന് അനലൈസ് ചെയ്ത് മനസ്സിലാക്കാൻ പറ്റണം. എന്നിട്ട് നമ്മൾ തിരിച്ചറിയുകയാണ്, വരുന്നൊരു 6 മാസത്തേക്കോ അല്ലെങ്കിൽ ഒരു വർഷത്തേക്കോ ഒരു 1.5 വർഷത്തേക്കോ ഒന്നും നമ്മളിൽ നിന്നും ഒരു ഇൻകം എക്സ്പെക്റ്റ് ചെയ്യുന്നില്ല, പക്ഷേ എനിക്ക് ഡെയിലി ചിലവുകൾ എങ്ങനെയെങ്കിലുമൊക്കെ കഴിഞ്ഞു പോകാൻ പറ്റും എന്നുള്ളൊരു കോൺഫിഡൻസ് നമ്മുടെ കയ്യിലുണ്ടെങ്കിൽ യു സ്റ്റാർട്ട് വിത്ത് ദ പാഷൻ. ഓക്കെ, നിങ്ങൾ നിങ്ങളുടെ പാഷനിൽ സ്റ്റാർട്ട് ചെയ്യുക. ആൻഡ് ഞാനിപ്പോൾ ഈ പറഞ്ഞ പോലെയുള്ള ഒരു സ്കെയിലിൽ പോവുക, നിങ്ങൾ കൺസിസ്റ്റൻ്റ് ആവുക, യു ഷുഡ് ഡെലിവർ വാല്യൂ, ആ ഒരു ആംഗിളിൽ നിങ്ങൾ പോവുക. അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഒരു പർട്ടിക്കുലർ പോയിന്റിൽ എത്തുമ്പോൾ ഇറ്റ് വിൽ സ്റ്റാർട്ട് മേക്കിംഗ് മണി.
പക്ഷേ അവിടെയൊക്കെ നമ്മൾ കൃത്യമായ ഡിസിഷൻസ് എടുത്ത് മുന്നോട്ട് പോകുന്നുണ്ട് എന്നുള്ളൊരു തീരുമാനം എടുക്കണം. ഓൾസോ ഇപ്പോൾ അവിടെ നിങ്ങൾക്ക് എന്തെങ്കിലും കൺഫ്യൂഷൻസ് വരുന്നുണ്ട്, യു നീഡ് എ സപ്പോർട്ട് എന്നൊക്കെ തോന്നിക്കഴിഞ്ഞാൽ യു ക്യാൻ ഡെഫിനറ്റ്ലി ടേക്ക് ദ സർവീസ് ഓഫ് റിയാസ് ഹക്കീം ആൻഡ് ഫറൂഖ് സെൻസി. സോ നമ്മൾ ഈ പറഞ്ഞ സ്ട്രാറ്റജിക്കൽ തോട്ട്സും ഈ പ്ലാനിങ്സും ഒക്കെ എനിവേസ് നമ്മൾ ചെയ്യുന്നത് നമ്മുടെ ഒരു റിസ്ക്കിന് വേണ്ടിയിട്ടാണ്. അപ്പോൾ നമ്മളൊരു കാര്യം നമ്മുടെ മനസ്സിലുണ്ടാവണം, അൾട്ടിമേറ്റ്ലി റിസ്ക് ഈസ് ഫ്രം അള്ളാഹ്. അപ്പം ആ ഒരു ഓൾമൈറ്റിയുടെ പ്ലാനിലാണ് ശരിക്കും നമ്മൾ റൺ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഞാൻ നിങ്ങൾ പ്രതീക്ഷിക്കാത്ത സ്ഥലത്തുനിന്ന് വരെ നിങ്ങൾക്ക് ഹെൽപ്പ് കൊണ്ടുവന്ന് തരും, നിങ്ങളെ സപ്പോർട്ട് ചെയ്യും എന്നൊക്കെ ഖുർആനിൽ ആക്ച്വലി പറഞ്ഞിട്ടുണ്ട്. വി ഷുഡ് ട്രസ്റ്റ് ദാറ്റ് വിത്ത് ഫുൾ ഹാർട്ട്, ബിക്കോസ് അത് സംഭവിക്കുക തന്നെ ചെയ്യും. ദാറ്റ്സ് ഇറ്റ്. മറ്റൊരു ജെം ഓഫ് എ തോട്ട് ഫ്രം ഹ്യൂമാക്സ് 2024 നമുക്ക് ഉടനെ തന്നെ കണ്ടുമുട്ടാം. ടിൽ ദെൻ സ്റ്റേ മോഡസ്റ്റ്. മേ പീസ് ആൻഡ് ബ്ലെസ്സിങ്സ് ബി അപ്പോൺ യു. താങ്ക് യു സോ മച്ച്. വീഡിയോ തീർന്നു. ആരെങ്കിലും പീസ് ഓഫ് മൈൻഡിനെ കുറിച്ചിട്ട് പറഞ്ഞിട്ട് പീസ് ഓഫ് മൈൻഡിനെ കുറിച്ചൊക്കെ ഇനി സ്പെഷ്യലായിട്ട് പറയണോ? അത് നമ്മൾ ഓരോന്നൊക്കെ ചെയ്യുമ്പോൾ എല്ലാവർക്കും മനസ്സിലാവില്ലേ അവർക്കൊരു പീസ് ഓഫ് മൈൻഡ് കിട്ടുന്നുണ്ടോ ഇല്ലെന്നൊക്കെ.